ഹായ് ഓൾ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി ആൻഡ് ബിഗ് ലേണിംഗ് ആപ്പ്. അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെയിൽവേയുടെ RRB ഗ്രൂപ്പ് ടി സയൻസ് ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി അറിയാം, ഗ്രൂപ്പ് ടിയില് സയൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫിസിക്സ് വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്, ബയോളജി വരുന്നുണ്ട്. അപ്പം നമ്മുടെ സയൻസിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓർ ഓഫ് ലെഡ് ഈസ് നോൺ ആസ്. ചോദിച്ചിരിക്കുന്നത്, നമ്മൾ മിക്കപ്പോഴും സയൻസിന്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓർസിനെ കുറിച്ച്, അല്ലെ? അപ്പം ഓർസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലെഡിന്റെ ഓർ ഏതാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും, ലെഡിന്റെ ഓർ എന്ന് പറയുന്നത് ഗലീനിയാണ് ലെഡിന്റെ ഓർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കുറച്ചേറെ ഓർസിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം അലൂമിനിയത്തിന്റെ ഓറിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബോക്സൈറ്റ് എന്ന് വിളിക്കും. അറിയാവുന്നതായിരിക്കാം, എങ്കിലും നോട്ട് ചെയ്തേക്കുക, ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിന്റെ ഓർ. അതുകൊണ്ട് തന്നെ ടൈറ്റാനിയത്തിന്റെ ഓറിനെ വിളിക്കുന്ന പേരാണ് റൂട്ടൈൽ എന്ന് വിളിക്കാറുണ്ട്. എന്താണ്? റൂട്ടൈൽ കൂടാതെ ഇൽമനേറ്റും ഒരു ഓറാണ്. ഇതിൽ ഏത് വന്നാലും ആൻസർ കൊടുക്കണം, റൂട്ടൈൽ അല്ലെങ്കിൽ ഇൽമനേറ്റ്. ഓക്കെ, ദെൻ മെർക്കുറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെർക്കുറിയുടെ പ്രത്യേകതയൊക്കെ അറിയാവുന്നതാണ്. ലിക്വിഡ് ഫോമിലുള്ള മെറ്റൽ ആണ് മെർക്കുറി എന്ന് പറയുന്നത്. Hg എന്നാണ് ഹൈഡ്രോജൻ, അല്ലെ? അതിന്റെ ഓറിനെ വിളിക്കുന്ന പേര് സിന്നബാർ ആണ്. നമ്മുടെ ഓപ്ഷനിലുണ്ട് സിന്നബാർ എന്ന് പറയുന്നത്. ഓക്കെ, സിന്നബാർ ആണ് മെർക്കുറിയുടെ ഓർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിങ്കിന്റെ ഓർ എന്ന് പറയുന്നത് കലാമിനാണ്. നമ്മുടെ ഓപ്ഷനിലുണ്ട് കലാമിൻ, അല്ലെ? കലാമിനാണ് സിങ്കിന്റെ ഓർ. അതുകൊണ്ട് തന്നെ മറ്റൊരു ഓറുണ്ട് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് സിങ്കിന്റെ ഓറാണ്. ഓക്കെ, ദെൻ സോഡിയത്തിന്റെ ഓർ മിക്കപ്പോഴും കണ്ടു ചോദിക്കുന്നതാണ്. സോഡിയത്തിന്റെ ഓർ വിച്ച് ഈസ് നോൺ ആസ് റോക്ക് സാൾട്ട് എന്ന് പറയും. എന്താണ്? റോക്ക് സാൾട്ട്. ഓക്കെ, ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് അയണിന്റെ ഓർ, അല്ലെങ്കിൽ അയണിന്റെ ഓർ ഏതാണെന്നുള്ളത്. രണ്ട് ഓറാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് ഹേമറ്റൈറ്റ് ആണ്, അറിയാവുന്നതാണ് ഹേമറ്റൈറ്റ്. അതേ കൂട്ട് തന്നെ മാഗ്നറ്റൈറ്റും ഈ പറയുന്ന അയണിന്റെ ഓറാണ്. ഹെമറ്റൈറ്റും ഉണ്ട്, മാഗ്നറ്റൈറ്റും ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മളോട് ചോദ്യം ലെഡിന്റെ ഓറിനെ കുറിച്ച് നമുക്ക് കിട്ടി, ഗലീനിയാണ്. ബാക്കിയുള്ള ഇപ്പം ഓപ്ഷനുള്ള സിന്നബാർ എന്തിന്റെയാന്ന് മനസ്സിലായി. സിന്നബാർ എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്, ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിന്റെയാണ്, ദെൻ കലാമിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് സിങ്കിന്റെയാണ്. ഓക്കെ, അപ്പൊ ഗലീനയാണ് നമ്മുടെ ലെഡിന്റെ ഓർ എന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 1. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. An ideal gas at 27 degrees Celsius heated at constant pressure until the volume of this gas doubles. 27 degrees Celsius ഐഡിയൽ ഗ്യാസ് ഹീറ്റ് ചെയ്യുവാണ്. പ്രത്യേകം നോക്കണം, കോൺസ്റ്റന്റ് പ്രഷറിലാണ്. ഇങ്ങനെ ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് പ്രോസസ് ആണ്. ഇവിടെ പ്രോസസ് ഏതാണ്? കോൺസ്റ്റന്റ് പ്രഷർ എന്നുള്ളതാണ് പ്രോസസ്. until the volume of this gas doubles. അപ്പം 1 എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്നും 2 എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് പോകുന്ന ഒരു ക്വസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1ലെ ടെമ്പറേച്ചർ ആണ് 27 ഡിഗ്രി സെൽഷ്യസ്. അത് 2ലേക്ക് പോകുമ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിലാണ് പോയത്. 1ലെ വോളിയം V1 ആയിരുന്നെങ്കിൽ അത് 2വിലെത്തിയപ്പോൾ എത്രയായി? 2V1 എന്നുള്ളത്. V2 എന്ന് പറയുന്നത് എന്തായി? 2V1 എന്നായി. ഓക്കെ, ദെൻ ദ ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ 2 എന്ന് പറയുന്ന പോയിന്റിലെ ടെമ്പറേച്ചർ എത്രയാണ് എന്നാണ് ചോദ്യം. വളരെ നല്ലൊരു ചോദ്യമാണ്. നമുക്കറിയേണ്ടത് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. അപ്പം കോൺസ്റ്റന്റ് പ്രഷർ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? PV is equal to MRT എന്ന് നമ്മൾ എഴുതാറുണ്ട്. ശരിയാണേ? ഓക്കെ, ഇതിനകത്ത് അല്ലെ PV is equal to nRT. ഓക്കെ, PV is equal to nRT. ഇതിനകത്ത് n എന്നൊരു നമ്പർ ഓഫ് മോൾസ് ആണ്, 6 കോൺസ്റ്റന്റ്. ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്, അല്ലെ? ഇപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്തും കോൺസ്റ്റന്റ് ആണ്, പിയും കോൺസ്റ്റന്റ് ആണ്. ശരിയാണ്? അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. V എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T ആണെന്ന് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതർവൈസ് നമുക്ക് എഴുതാൻ പറ്റും V/T is equal to കോൺസ്റ്റന്റ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ 1 എന്ന് പറയുന്ന പോയിന്റ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ V1/T1, അല്ലെ, ഇസ് ഈക്വൽ ടു 2വിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇത് വരും V2/T2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? T2 ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? T2 കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒന്നുമില്ല, V2 into T1/V1. ശ്രദ്ധിച്ചു കൊടുക്കണം. നമുക്ക് T1ന്റെ വാല്യൂ തന്നിരിക്കുന്നത് എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് നമുക്ക് T1ന്റെ വാല്യൂ. അത് നമ്മൾ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 273 ആഡ് ചെയ്യണം. അപ്പൊ എത്ര ആവും? 300 കെൽവിൻ. ഈ വാല്യൂയെ ഇക്വേഷനിൽ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം V2ന്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത്
2v1 അല്ലെ എന്ന് പറഞ്ഞാൽ v2 എന്തായി ഡബിൾ ആകും എന്നാ പറഞ്ഞത്. 2v1 ആണ് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്, മുകളിൽ കണ്ടല്ലോ. ഓക്കെ, 2v1 ഇൻറ്റു t1 ന്റെ വാല്യൂ നമുക്ക് കിട്ടി 300 ആണ്. ദെൻ ഡിവൈഡഡ് ബൈ v1 എന്ന് കൊടുത്തു, ഇനിഷ്യൽ വോളിയം അല്ലെ. v1 ക്യാൻസൽ ആയി കഴിയുമ്പോൾ 2 ഇൻറ്റു 300 എന്ന് വരും, വിച്ച് ഈസ് 600 കെൽവിൻ എന്ന് വരും. ശരിയാണ്, 600. പക്ഷെ ഓപ്ഷൻ നോക്കുമ്പോൾ എന്തില്ല, 600 അല്ല, നമ്മൾ എല്ലാം കിടക്കുന്നത് എന്തിലാണ്, ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് എല്ലാ ആൻസറും കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ട T2-നെ 600-നെ എന്തിലേക്ക് മാറ്റണം, ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണമെങ്കിൽ 273 കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 327, 327 ഡിഗ്രി സെൽഷ്യസ്. സോ ആൻസർ വിൽ ബി ബി. ക്ലിയർ? അപ്പം ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് വോളിയം, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇങ്ങനെ മാറി വരും. അതനുസരിച്ച് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് വേണ്ടത് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. പക്ഷെ ഇതിന്റെ എങ്ങനെയാണ് വരുന്നത് എന്ന കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ആണ്. അപ്പം നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ 327 ഡിഗ്രി സെൽഷ്യസ് കിട്ടി. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Question number 3. How many electrons are in the outermost shell in all noble gases except helium? പറഞ്ഞിരിക്കുന്നത് എല്ലാ നോബിൾ ഗ്യാസസിലും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. കൂടാതെ ഹീലിയം ഒഴിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹീലിയം ഒഴിച്ച്, എന്താണ് ഹീലിയം ഒഴിച്ച് എന്ന് പറയാൻ കാരണം നോക്കണം. ഹീലിയത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്കറിയാം ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, വിച്ച് ഈസ് 2 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഔട്ടർ മോസ്റ്റ് എത്ര ആയിരിക്കും, 2 ആയിരിക്കും. ഓക്കെ, അപ്പം ഹീലിയം പോട്ടെ. ഇനിയുള്ള നോബിൾ ഗ്യാസസ് ഏതൊക്കെയാണ് നമുക്കറിയാം. ഉദാഹരണം പറയുവാണെങ്കിൽ നിയോൺ ഒരു നോബിൾ ഗ്യാസ് ആണ് അല്ലെ. നിയോണിന്റെ കാര്യം പറയുവാണെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ എത്ര എന്നറിയാം. അറ്റോമിക് നമ്പർ എത്ര, വിച്ച് ഈസ് 10 ആണ്. ഓക്കെ, 10നെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോൺസിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2, 8 എന്ന് വരും. അപ്പൊ ഔട്ടർ മോസ്റ്റ് എത്ര, 8. ഒരെണ്ണം കൊണ്ട് നിൽക്കരുത്, അടുത്ത നോബിൾ ഗ്യാസ് ഒന്ന് ചെക്ക് ചെയ്യാം. അടുത്ത ഏതാ വരുന്നത്, ആർഗൺ ആണ് അല്ലെ. ആർഗന്റെ എത്രയാണ് അറ്റോമിക് നമ്പർ നമുക്കറിയാം. അറ്റോമിക് നമ്പർ ആർഗന്റെ വരുന്നത് 18 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഔട്ടർ മോസ്റ്റ് എഴുതുമ്പോൾ 2, 8, 8 എന്ന് വരും. ശരിയാണ്, അപ്പോഴും ഔട്ടർ മോസ്റ്റ് എത്ര, 8 തന്നെയാണ്. അപ്പൊ നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഹീലിയം ഒഴിച്ച്, ഹീലിയത്തിന് 2 വരുന്നുള്ളൂ, ബാക്കിയുള്ള ഏത് നോബിൾ ഗ്യാസ് എടുത്താലും ഔട്ടർ മോസ്റ്റിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും, 8 ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ തേർഡ് ക്വസ്റ്റ്യൻ. ഇത് എപ്പോഴും പല പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിന്റെ, പ്രത്യേകിച്ച് നോബിൾ ഗ്യാസ് ഒക്കെ ഒരു എക്സെപ്ഷണൽ കേസ് ആയതുകൊണ്ട് ഇങ്ങനെ ചോദിക്കാം. വേണമെങ്കിൽ എടുത്ത് തന്നെ ചോദിക്കാം, ഏതെങ്കിലും എലമെന്റിന്റെ എടുത്ത് വേണമെങ്കിലും ചോദിക്കാം എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. പീരിയോഡിക് ടേബിൾ നന്നായിട്ട് പഠിക്കുക. കെമിസ്ട്രിയിലുള്ള ചോദ്യമാണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. The unit of G is the same as the unit of acceleration is. അറിയാവുന്ന കാര്യമാണ്. ജിയെ വിളിക്കുന്ന പേര് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് അല്ലെ. ആക്സലറേഷൻ എല്ലാവർക്കും അറിയാം അല്ലെ, ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്. നമുക്കറിയാം ജിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട്. വെയിറ്റ് കാണാൻ പറഞ്ഞ ഒരു ബോഡിയുടെ വെയിറ്റ് W കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യുന്നത്, M ഇൻറ്റു G ചെയ്താൽ ആൻസർ കിട്ടും. ശരിയാണ്. അപ്പോൾ ജിയെ കുറിച്ച് പറയുമ്പോൾ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെ ജിയുടെ വാല്യൂ നമുക്കറിയാം 9.8 ആണ്, 9.810 എന്നൊക്കെ പറയാം. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ? ഇതിനെ തന്നെ എങ്ങനെ എഴുതാം, മീറ്റർ സെക്കൻഡ് റേസ് ടു -2 എന്ന് എഴുതാം. അങ്ങനെയാണ് ഓപ്ഷൻ എന്ത് വരും, സി ആണ് ഓപ്ഷൻ വരുന്നത് അല്ലെ. ദ യൂണിറ്റ് ഓഫ് ജി സെയിം ആസ് ദ യൂണിറ്റ് ഓഫ് ആക്സലറേഷൻ വിച്ച് ഈസ് മീറ്റർ സെക്കൻഡ് റേസ് ടു -2. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനിയും ജിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഗ്രൂപ്പ് ഡി എക്സാമിന്. നമുക്കറിയാം ഗ്രാവിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, നമ്മൾ ഇങ്ങനെ എർത്തിന്റെ കേസ് എടുക്കുമ്പോൾ എർത്തിന്റെ നമ്മൾ പറയാറുള്ളത് ഇതാണ് സെന്റർ, ഇങ്ങോട്ടും 2 പാർട്ട് ഉണ്ട് അല്ലെ. ഈ ഭാഗത്തെ വിളിക്കുന്ന പേര് പോൾ എന്നാണ്, ഈ ഭാഗത്തെ വിളിക്കുന്ന പേര് ഇക്വേറ്റർ എന്നാണ്. എല്ലാവർക്കും അറിയാം. ചോദ്യം ചോദിക്കാം, ഈ പറയുന്ന പോളിലാണോ അതോ സെന്ററിലാണോ അല്ലെങ്കിൽ എർത്തിന്റെ എവിടെയാണ് ജിക്ക് മാക്സിമം വാല്യൂ വരുന്നത്? അറിഞ്ഞിരിക്കണം, ജിക്ക് എപ്പോഴും മാക്സിമം വരുന്നത് പോളിലാണ്, ജിക്ക് ഏറ്റവും മിനിമം വരുന്നത് ഇക്വേറ്ററിലാണ്, അല്ലെങ്കിൽ ലെസ് വരുന്നത് ഇക്വേറ്ററിലാണ്. സെൻട്രൽ ജിയുടെ വാല്യൂ 0 ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് ജി എന്ന് പറയുന്നത് പോളിലും, മിനിമം അല്ലെങ്കിൽ ലെസ് വാല്യൂ പറയുന്നത് ഇക്വേറ്ററിലും, ദെൻ സെൻട്രലിൽ 0 ആയിരിക്കും എന്ന രീതിയിലും മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ക്വസ്റ്റ്യനും RRBക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിഫ്ത് ക്വസ്റ്റ്യൻ. The weight of an object or person when measured on the surface of the earth is 60 Newton. What will be its weight when measured on the
സർഫസ് ഓഫ് ദി മൂൺ. മൂണിൽ അപ്പൊ നോക്കണം, പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് നമ്മുടെ എർത്തിന്റെ സർഫസിൽ 60 ന്യൂട്ടൺ ആയിരുന്നു. വെയിറ്റിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ദെൻ വാട്ട് വിൽ ബി ഇറ്റ്സ് വെയിറ്റ്? അതിന്റെ വെയിറ്റ് എപ്പോൾ? വെൻ മെഷേർഡ് ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ. ഇത് മൂണിന്റെ സർഫസിലാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പം എർത്തിന്റെ കേസ് വെച്ച് വെയിറ്റ് എന്ന് പറയുന്നത് W എടുക്കുവാണെങ്കിൽ അത് മൂണിൽ ചെല്ലുമ്പോൾ അറിഞ്ഞിരിക്കണം എത്രയാണോ എർത്തിലുള്ള വെയിറ്റ് അതിന്റെ by6 വാല്യൂ ആയിരിക്കും എപ്പോഴും മൂണിൽ അനുഭവപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ എർത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എർത്തിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 60 ന്യൂട്ടൺ ആയിരുന്നു. അങ്ങനെയെങ്കിൽ മൂണിലെ കിട്ടാൻ വേണ്ടി 60/6 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 ന്യൂട്ടൺ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ എന്തായിരിക്കും ആൻസർ? 10 ന്യൂട്ടൺ. ഓപ്ഷൻ എ ആണ് 10 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴും ഒരു കാര്യം പറഞ്ഞിരിക്കണം, ഇത് കൂടാതെ നമ്മൾ മുമ്പ് ജി വെച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എർത്തിന്റെ കേസ് പറയുമ്പോൾ മുമ്പേ പറഞ്ഞുകൊണ്ട് പോളും ഉണ്ട് അല്ലെ, പോളും ഉണ്ട്, ഇക്വേറ്ററും ഉണ്ട്, സെന്ററും ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ വെയിറ്റ് അനുഭവപ്പെടുന്ന എവിടെ ആയിരിക്കും? പോളിലായിരിക്കും ഏറ്റവും കൂടുതൽ മാക്സിമം വെയിറ്റ് അനുഭവപ്പെടുന്നത്. കാരണം എന്താ? അവിടെ ജി മാക്സിമം ആണ്. അതേ കൂട്ട് തന്നെ ഒരു വസ്തുവിനെ ഏറ്റവും കുറവ് വെയിറ്റ് അല്ലെങ്കിൽ മിനിമം അല്ലെങ്കിൽ ലെസ് അനുഭവപ്പെടുന്നത് എവിടെ ആയിരിക്കണം? ഈ പറയുന്ന നമ്മുടെ ഇക്വേറ്ററിലാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, പിന്നെ കൂടാതെ മറ്റൊരു പ്രത്യേകത, നമ്മൾ മാസിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പം എർത്തിലെ മാസ് ഒരു വസ്തുവിന്റെ M ആയിരുന്നു, അല്ലെങ്കിൽ 5 കിലോഗ്രാം ആയിരുന്നു. മൂണിൽ എത്രാന്ന് ചോദിച്ചാൽ എന്ത് പറയും ആൻസർ? ഉറപ്പായിട്ടും മാസിന്റെ കേസ് വരുമ്പോൾ അത് എർത്തിലും മൂണിലും സെയിം ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. മാസ് എന്ന് പറഞ്ഞാൽ മാറ്റർ കണ്ടെയ്ൻ ഇൻ ദാറ്റ് ബോഡിയാണ്. അതുകൊണ്ട് അത് എവിടെ കൊണ്ടുവച്ചാലും ആപ്പിളിന്റെ മാസ് ഇപ്പോൾ 1 കിലോഗ്രാം ആണെങ്കിൽ, 1 കിലോ വരത്തില്ല പറഞ്ഞേ ഉള്ളൂ, 1 കിലോഗ്രാം വരുവാണെങ്കിൽ അത് എർത്തി കൊണ്ടുവച്ചാലും ഭൂമിയെ കൊണ്ടുവച്ചാലും മൂണിൽ കൊണ്ടുവച്ചാലും എല്ലാം എത്ര ആയിരിക്കും? ഈ പറയുന്ന 1 കിലോഗ്രാം തന്നെ ആയിരിക്കും. അപ്പം ഈ ക്വസ്റ്റ്യൻ ഒരുപക്ഷെ 60 കിലോഗ്രാം എന്നായിരുന്നു എങ്കിൽ 60 കിലോഗ്രാം എന്ന ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരികയെന്ന് മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഈ വെയിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആകാം. ഓക്കെ, എന്നാൽ മാസിന്റെ വാല്യൂ ഒരിക്കലും 0 ആകത്തില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെയിറ്റ് 0 ആകും. സെന്റർ അല്ലേ, ഇപ്പൊ ഭൂമിയുടെ സെന്റർ എടുക്കുവാണെങ്കിൽ അവിടെ ആക്സഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര? 0 ആണ്. അപ്പൊ മാസ് ഇൻറ്റു ജി ചെയ്യുമ്പോൾ 0 കിട്ടും, വെയിറ്റ് 0 കിട്ടും. പക്ഷെ അപ്പോഴും ഒരിക്കലും ഒരു വസ്തുവിന്റെയും മാസ് 0 കിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് 10 ന്യൂട്ടൺ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 6th question. Density of silver is, the density of silver is 10.8 into 10 raised to 3 kilogram per meter cube, and the density of water is 10 raised to 3 kilogram per meter cube. What is the relative density of silver? ഈ ക്വസ്റ്റ്യനിൽ സിൽവറിന്റെ ഡെൻസിറ്റി പറഞ്ഞിരിക്കുന്നത് 10.8 into 10 raised to 3, യൂണിറ്റ് അറിയാം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, കൂടാതെ വാട്ടറിന്റെ ഡെൻസിറ്റി അത് നമുക്കറിയാവുന്നതാണ് 1000 അല്ലെങ്കിൽ 10 raised to 3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അങ്ങനെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണ് എന്നാണ്. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? ഏതെങ്കിലും വസ്തുവിന്റെ ഡെൻസിറ്റി, ഇപ്പം ഡെൻസിറ്റി ഓഫ് എനി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടറിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഈ ചോദ്യം അനുസരിച്ച് ഇവിടെ സബ്സ്റ്റൻസ് ഏതാണ്? സിൽവർ ആണ് തന്നിരിക്കുന്നത്. 10.8 into 10 raised to 3 എന്നാണ്, ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ 10 raised to 3 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരും? 10.8 റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടും. സോ സി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. വളരെ നല്ലൊരു ചോദ്യമാണ്. പക്ഷേ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ അറിയാമെങ്കിൽ സ്വാഭാവികമായിട്ടും ആൻസർ കിട്ടും. അങ്ങനെയെങ്കിൽ ഇന്നൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താ? റിലേറ്റീവ് ഡെൻസിറ്റി യൂണിറ്റ് സ്വാഭാവികമായിട്ട് ഇപ്പൊ നോക്കണം, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലേ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ബൈ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നല്ലേ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് റിലേറ്റീവ് ഡെൻസിറ്റി യൂണിറ്റ് എന്ത് വരും? യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി ആണ് എന്ത്? നമ്മുടെ ഈ പറയുന്ന റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് എന്താണ്? യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 7th question. The number of dash is equal to the difference between the mass number and serial number of the atom. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കണം, നല്ലൊരു ചോദ്യമാണ്. The number of dash എന്തിന്റെയോ ഈക്വൽ ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാസ് നമ്പർ ആൻഡ് സീരിയൽ നമ്പർ ഓഫ് ആറ്റം. ഏതൊരു എലമെന്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? എലമെന്റ് ഡിനോട്ട് ചെയ്യുന്നത് XA
ആൻഡ് ഇസഡ്. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ കെമിസ്ട്രിയിൽ ഏതൊരു എലമെന്റും എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് എ എന്ന് പറഞ്ഞാൽ? എ എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് ആണ് അല്ലെ. അറ്റോമിക് മാസ് ആണ് ഈ എ എന്ന് പറയുന്നത്. എന്താണ് ഇസഡ് എന്ന് പറയുന്നത്? ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം, ചോദ്യങ്ങൾ വരാം. അറ്റോമിക് നമ്പർ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ അറ്റോമിക് മാസും അറ്റോമിക് നമ്പറും നമ്മൾ ഡിഫറൻസ് എ മൈനസ് ഇസഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആറ്റം അല്ലെങ്കിൽ എലമെന്റിന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്തിനാണ്? നമ്പർ ഓഫ് ന്യൂട്രോൺ. അതല്ല ചോദ്യം. ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാസ് നമ്പർ, അറ്റോമിക് മാസ് ആൻഡ് സീരിയൽ നമ്പർ. സീരിയൽ നമ്പർ ഇസ് നോൺ ആസ് അറ്റോമിക് നമ്പർ. ഓക്കെ, ഈ പറയുന്ന മാസ് നമ്പറും അല്ലെങ്കിൽ സീരിയൽ നമ്പർ ഓഫ് ആറ്റം, അറ്റോമിക് നമ്പറും തമ്മിലുള്ള എ മൈനസ് ഇസഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് സൂചിപ്പിക്കും, ന്യൂട്രോൺസിനെ സൂചിപ്പിക്കും. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, ന്യൂട്രോൺസിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈസി ആയിട്ട് കിട്ടി. അറ്റോമിക് മാസ് മൈനസ് അറ്റോമിക് നമ്പർ ഈസ് ഓൾവേസ് ന്യൂട്രോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇനി ചോദ്യം ചോദിക്കാം, ഈ ന്യൂട്രോൺ ഡിസ്കവർ ചെയ്ത ആരാണ്? അറിയാമോ? ന്യൂട്രോൺ ഡിസ്കവർ ചെയ്തത് ജെയിംസ് ചാഡ്വിക് ആണ്. മനസ്സിലാക്കുക, ജെയിംസ് ചാഡ്വിക്. എന്താണ്? ജെയിംസ് ചാഡ്വിക് ആണ് ഈ പറയുന്ന ന്യൂട്രോണിനെ ഡിസ്കവർ ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 8th ക്വസ്റ്റ്യൻ. The second equation of motion shows the relation between position and location. Position and അല്ല, position or location and. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. നമ്മുടെ മോഷൻ, ലോസ് ഓഫ് മോഷനിൽ 3 ഇക്വേഷൻ ഉണ്ട്. എന്തൊക്കെയാണ് ഇക്വേഷൻ? ഒന്നാമത്തെ ഇക്വേഷൻ പറയുന്നത് v മൈനസ് യു ഇസ് ഈക്വൽ ടു AT എന്നാണ്. രണ്ടാമത്തെ ഇക്വേഷൻ പറയുന്നത് s ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നാണ്. മൂന്നാമത്തെ ഇക്വേഷൻ പറയുന്നത് v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എന്നാണ്. ചോദ്യം, the second equation of motion shows, നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ ഇക്വേഷൻ shows the relation between position or location and dash. ഇത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയേണ്ടത്, ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ തൊട്ട് പറയാം. നമ്മുടെ ഇക്വേഷൻ v മൈനസ് യു ഇക്വൽ ടു AT എന്നല്ലേ. അതിൽ ആദ്യത്തെ ടേം എന്തിനെ കാണിക്കുന്നു? v എന്തിനെ കാണിക്കുന്നു? വെലോസിറ്റിയെ കാണിക്കുന്നു. ഓക്കെ, ദെൻ ലാസ്റ്റ് ടേം ഈ കാണുന്ന സാധനം ഇതെന്തിനെ കാണിക്കുന്നു? ടൈമിനെ കാണിക്കും. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്? വെലോസിറ്റിയും ടൈമിനെയും സൂചിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ടൈം. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ഇക്വേഷൻ ആദ്യത്തെ ടൈം ഏതാ? എസ് ആണ്. എസ് എന്ന് പറയുന്നത് അതേ ക്വസ്റ്റ്യൻ തന്നോട് എന്തുവാ? പൊസിഷൻ ഓർ ലൊക്കേഷൻ. അപ്പം അത് പൊസിഷനോ ലൊക്കേഷനോ ആണ് എസ്, അല്ലെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ആണ്. ദ ലാസ്റ്റ് ടൈം ഏതാ? ഇതാണ് അല്ലെ, ടി ആണ്. എന്താണത്? ടൈം ആണ്. അപ്പം എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? പൊസിഷൻ ഓർ ലൊക്കേഷൻ ഓർ ടൈം. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? ടൈം എന്നാണ്. സോ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, കൂടാതെ മൂന്നാമത്തോടെ പറഞ്ഞേക്കാം. മൂന്നാമത്തെ പറയുവാണ് ആദ്യത്തെ ടൈം എന്തുവാ? വി ആണ് അല്ലെ, വെലോസിറ്റി. ദെൻ ലാസ്റ്റ് ടൈം ഏതാ? എസ് ആണ്. എസ് എന്തിനെ സൂചിപ്പിക്കുന്നു? പൊസിഷൻ ഓർ ലൊക്കേഷൻ ആണ്. അപ്പം എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്ന? വെലോസിറ്റി ആൻഡ് പൊസിഷൻ ഓർ ലൊക്കേഷനെ സൂചിപ്പിക്കുന്നതാണ് ന്യൂട്ടൺസ് തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈസി ആയിട്ട് മനസ്സിലാകുന്ന ഭാഗമേ ഉള്ളൂ. നന്നായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഡി, ടൈം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9th question. When an object is moving with uniform speed, what will be its acceleration? ഒരു വസ്തു എന്ന് പറയുന്നത് യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഏതെങ്കിലും ഒരു വസ്തു അതിന്റെ വെലോസിറ്റി, ഒന്നാമത്തെ കേസ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ആക്സിലറേഷന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ആക്സിലറേഷന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഏതെങ്കിലും ഒരു വസ്തു യൂണിഫോം സ്പീഡിൽ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി യൂണിഫോം ആണെങ്കിൽ, വെലോസിറ്റി എന്തായിരിക്കണം? യൂണിഫോം ആണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, വെലോസിറ്റി യൂണിഫോം എന്ന് പറയുന്നത് അർത്ഥം എന്തുവാ? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി, 0. സിമ്പിൾ അല്ലേ? ഒബ്ജക്റ്റ് ഈസ് മൂവിംഗ് വിത്ത് എ യൂണിഫോം സ്പീഡ്. യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ് അർത്ഥം. ഓക്കെ, കോൺസ്റ്റന്റ് വെലോസിറ്റി പോവാണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതെന്താ അങ്ങനെ പറയുന്നത്? എ ഈസ് ഈക്വൽ ടു dv/dt എന്നല്ലേ ഇക്വേഷൻ? വെലോസിറ്റി ബൈ ടൈം അല്ലേ? അപ്പൊ വെലോസിറ്റി ഇവിടെ കോൺസ്റ്റന്റ് ആകുക എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? a 0 ആയിപ്പോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? 10th question. Which is the
ഫാറ്റ് സ്റ്റോറിംഗ് ടിഷ്യൂ ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിലെ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഫാറ്റ് സ്റ്റോറിംഗ് ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അഡിപ്പോസ് ടിഷ്യൂ. എന്താണ്? അഡിപ്പോസ് ടിഷ്യൂ എന്നാണ് എന്നെ വിളിക്കുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം ഇവിടുന്ന് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മള് ബോൺ പ്ലസ് ബോൺ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേര് എന്താണ്? ബോണും ബോണും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലം അല്ലെ, അതിനെ വിളിക്കുന്ന പേരെന്തുവാ? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലിഗമെന്റ് എന്ന് വിളിക്കാറുണ്ട്. ചോദിച്ചിട്ടുള്ളതാണ് ലിഗമെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബോണും മസിലും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഭാഗത്ത് എന്ത് വിളിക്കും പറയാമോ? അതിനെ വിളിക്കുന്ന പേരാണ് ടെൻഡൻ. എന്താണ്? ടെൻഡൻ. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ മസിലും സ്കിന്നും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്തെ മീറ്റ് ചെയ്യുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്താണ്? ഏരിയോളർ എന്ന് വിളിക്കും കേട്ടോ. എന്താണ്? ഏരിയോളർ. ഇത് പഠിച്ചു വെച്ചോണം, ചോദിക്കാറുണ്ട്. നമ്മുടെ ചോദ്യം ഇപ്പോഴത്തെ ഫാറ്റ് സ്റ്റോറിംഗ് ടിഷ്യൂ ഏതാന്നുള്ളതാണ് ചോദ്യം. അതിനെ വിളിക്കുന്ന പേരാണ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് വിളിക്കും. എന്താണ്? അഡിപ്പോസ് ടിഷ്യൂ. ഓപ്ഷൻ ഡി is the right answer for this question. Okay, next 11th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 11th ക്വസ്റ്റ്യൻ, ഡാഷ് ക്യാൻ ഡിസോൾവ് ഗോൾഡ്. പലപ്പോഴും ചോദിച്ചു കണ്ടുള്ള ചോദ്യമാണ്. ഡാഷ് ക്യാൻ ഡിസോൾവ് ഗോൾഡ്. എന്താ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡിനെ വിളിക്കുന്ന പേരെന്തുവാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റോയൽ മെറ്റൽ ആണ് അല്ലെ. റോയൽ മെറ്റൽ ആണ് എന്ത്? ഗോൾഡ്. ഗോൾഡ് മാത്രമല്ല റോയൽ മെറ്റൽ. ഏതൊക്കെ റോയൽ മെറ്റൽ ആയിട്ട് വരാറുള്ളത്? ഗോൾഡ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാറ്റിനം അല്ലെ. പ്ലാറ്റിനം എന്ന് പറയുന്നത് റോയൽ മെറ്റൽ ആണ്. ഇതിനെ ഡിസോൾവ് ചെയ്യുന്ന ലിക്വിഡിനെ വിളിക്കുന്ന പേരാണ് അക്വാ റീജിയ. എന്താണ്? അക്വാ റീജിയ. ഓപ്ഷൻ ഡി, അക്വാ റീജിയ എന്ന് വിളിക്കുന്നത്. ഇനിയും ചോദിച്ചു കണ്ടുള്ളതാണ്, ഈ അക്വാ റീജിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്വാ റീജിയ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും അതുകൂട്ട് തന്നെ HNO3യുടെയും ലിക്വിഡിനെ HNO3യുടെയും സമ്മ് ചെയ്യുന്ന ലിക്വിഡിനെ വിളിക്കുന്ന പേരാണ്, അതിന്റെ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? അക്വാ റീജിയ. ഇതിനെയാണ് അക്വാ റീജിയ വിളിക്കുന്ന പേരാണ് എന്ത്? റോയൽ ലിക്വിഡ് എന്ന് വിളിക്കും. എന്താണ്? റോയൽ ലിക്വിഡ്. റോയൽ മെറ്റലിനെ ഡിസോൾവ് ചെയ്യുന്ന ലിക്വിഡിനെ എന്ത് വിളിക്കും? റോയൽ ലിക്വിഡ്. അതാണ് അക്വാ റീജിയ. ഇനി ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. മനസ്സിലായി അക്വാ റീജിയക്ക് എന്തൊക്കെയുണ്ട്? HCl ഉണ്ട്, HNO3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ HClന്റെയും HNO3യുടെയും പെർസെന്റേജ് എത്ര വെച്ചാണ്? HCl എന്ന് പറയുന്നത് 3:1 ആണ്. എത്രയാണ്? 3:1 എന്ന് പറയാൻ പറ്റും. ഓർത്തിരുന്നോണം. അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 3:1 എന്നുള്ള റേഷ്യോയിലാണ് ഇതിനകത്ത് നമ്മുടെ അക്വാ റീജിയൻ HClഉം HNO3യും അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ഗോൾഡിനെ ഡിസോൾവ് ചെയ്യുന്ന ലിക്വിഡിനെ വിളിക്കുന്ന പേരാണ് അക്വാ റീജിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. 12th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് ഡ്രൈ HCl ഗ്യാസ് ഓൺ ഡ്രൈ ലിറ്റ്മസ് പേപ്പർ? എപ്പോഴും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കെമിസ്ട്രിയിൽ. ഇത് എന്ന് പറയുന്നത് ആസിഡിന്റെയും ബേസിനെയും തമ്മിലുള്ള ചോദ്യമാണ് അല്ലെ. ആസിഡും ബേസും. നമ്മൾ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരെന്തുവാ? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും അല്ലെ. ഇൻഡിക്കേറ്റേഴ്സ്. അപ്പം അത് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ആസിഡും ബേസും ന്യൂട്രലും ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ ആണ് ലിറ്റ്മസ് പേപ്പർ. ഈ ചോദ്യം ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ചാണ്. ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. ലിറ്റ്മസ് പേപ്പർ മെയിനായിട്ട് 2 കളറുണ്ട്. ഒന്ന് ബ്ലൂ കളറും ഒന്ന് റെഡും. ബ്ലൂ ലിറ്റ്മസിലേക്ക് നമ്മൾ ഒരു ലിക്വിഡ് ഉപയോഗിക്കുമ്പോൾ അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് മനസ്സിലാക്കാൻ ഈ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറുകയാണെങ്കിൽ, റെഡ് കളറിലേക്ക് മാറുകയാണെങ്കിൽ അതെന്തായിരിക്കും? ആസിഡ് ആയിരിക്കും. ഓക്കെ, ഇനിയും കളർ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ അതെന്തായിരിക്കും? ബേസ് ആയിരിക്കും. കളർ ചേഞ്ച് ഇല്ലെങ്കിൽ അതിനെ നമുക്ക് എന്തും വിളിക്കാം? ന്യൂട്രൽ എന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പം ഓർത്തോണം, ആസിഡ് ആവുകയാണെങ്കിൽ ബ്ലൂ എന്താകും? റെഡ് ആകും. നേരെ തിരിച്ച് റെഡ് ലിറ്റ്മസ് പേപ്പർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലേക്ക് ഒഴിക്കുന്നത് നമ്മൾ എന്താണോ അതനുസരിച്ച് ആ കളർ ബ്ലൂ ആയിട്ട് മാറുവാണെങ്കിൽ അപ്പൊ ആ ലിക്വിഡ് ഏതാ? അത് ബേസ് ആണ്. നോ കളർ പാർക്കൊക്കെയാ ഈ പറഞ്ഞ ആസിഡിനും ന്യൂട്രലിനുമാണെന്ന് മനസ്സിലാക്കാം. ഇതേ കൂട്ട് തന്നെ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനമാണ് എന്ത്? മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത്. എന്താണ്? മീഥൈൽ ഓറഞ്ച്. ഒരു മീഥൈൽ ഓറഞ്ചിലേക്ക് ഒരു ലിക്വിഡ് കൊടുക്കുമ്പോൾ ആ ലിക്വിഡ് എന്ന് പറയുന്നത് ബേസ് ആണോ ആസിഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ ചെയ്യേണ്ടത് കൊടുത്തു കഴിയുമ്പോൾ മീഥൈൽ ഓറഞ്ച് നമ്മൾ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ അത് റെഡ് കളറായിട്ട് മാറുകയാണെങ്കിൽ, ഓറഞ്ച് എന്നുള്ള റെഡ് ആയിട്ട് മാറുകയാണെങ്കിൽ അത് ആസിഡ് ആണ് നമ്മൾ ഡിസോൾവ് ചെയ്തത്. അഥവാ ഈ പറഞ്ഞ മീഥൈൽ ഓറഞ്ച് മാറുന്നത് യെല്ലോ ആയിട്ടാണ് മാറുന്നതെങ്കിൽ അതെന്താണ്? ബേസ് ആണ്. ഇനിയും ഓറഞ്ച് ആയിട്ട് തന്നെ ഇരിക്കുവാണ് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ഇനിയും ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അവന്റെ പേര് ഫിനോഫ്തലീൻ എന്നാണ്. എന്താണ്? ഫിനോഫ്തലീൻ. ഓർത്തിരുന്നോണം,
ഫിനോഫ്തലിലേക്ക് നമ്മൾ ഒരു ലിക്വിഡ് ആഡ് ചെയ്യുമ്പോൾ അത് റെഡ് കളറായിട്ട് മാറുവാണെങ്കിൽ ആ ലിക്വിഡ് ഏതാണ്? ബേസ് ആണ്. ഓക്കെ, കളർലെസ് ആയിട്ട് വരുവാണെങ്കിൽ ആസിഡോ അല്ലെങ്കിൽ അതെന്താകാം നമ്മുടെ ന്യൂട്രലോ ആകാം. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സും ആസിഡും ബേസ് നമ്മളുടെ കൺസെപ്റ്റ്. അപ്പൊ ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് ഡ്രൈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗ്യാസ് ഓൺ ഡ്രൈ ലിറ്റ്മസ് പേപ്പർ എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ഇവിടെ ഡ്രൈ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്ത് ആബ്സെന്റ് ആയിരിക്കും? സ്വാഭാവികമായിട്ടും ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഇവിടെ വാട്ടർ കണ്ടന്റ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. അപ്പം വാട്ടർ കണ്ടന്റ് ഇല്ലെങ്കിൽ കളർ ഇല്ല. കളർ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ടേബിൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, കളർലെസ് ആയിട്ടിരിക്കും. അതുകൊണ്ട് ബ്ലൂ ഓർ റെഡ് ലിറ്റ്മസ് പേപ്പർ ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് കളർ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. ഇവിടെ ഡ്രൈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വാട്ടർ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, വെള്ളം ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കളർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് വന്നത്. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻ എല്ലാം കളറിനെ കുറിച്ച് പറയുന്നതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 13th question. Which cell organelle uses light energy during photosynthesis? പറയുന്നത് ഏതാണ് ഫോട്ടോസിന്തസിസിന് ലൈറ്റ് എനർജി യൂസ് ചെയ്തത്? സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്തിന്റെ പ്രസൻസിൽ നടക്കുന്നതാണ്? ലൈറ്റിന്റെ പ്രസൻസിൽ അല്ലെ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്നതാണ്. ഏതാണ് അത് ചെയ്യുന്ന സാധനം? ഒന്നുമില്ല, ക്ലോറോപ്ലാസ്റ്റ് ആണ് ഈ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് അല്ലെ. എന്താണ് ഓർഗനലിന്റെ പേരെന്താണ്? ക്ലോറോപ്ലാസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട്. ഫോട്ടോസിന്തസിസ് നടത്തുന്ന ആരാ? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെല്ലിന്റെ പവർ ഹൗസ് അല്ലെ, നമുക്കറിയാവുന്നതാണ്, ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് പവർ ഹൗസ് ഓഫ് സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? അറിയാമോ? അവനെ വിളിക്കുന്ന പേരാണ് മൈറ്റോകോൺട്രിയ. കേട്ടോ, എന്താണ്? മൈറ്റോകോൺട്രിയ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓർഗനലെ, ഇതിപ്പോ ഓർഗനലെ, സെൽ ഓർഗനലെ മദർ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? മദർ ഓഫ് സെൽ ഓർഗനൽ എന്തിനാണെന്നറിയാമോ? ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഗോൾഗി ബോഡീസ്. എന്താണ്? ഗോൾഗി ബോഡീസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ക്ലോറോപ്ലാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കുക. കേട്ടോ, അപ്പം ഈ സെൻട്രൽ റെസ്പിറേഷൻ, ശ്വസന കേന്ദ്രത്തിന്റെ ഇത് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് മൈറ്റോകോൺട്രിയ വെച്ചാണ്. കേട്ടോ, അറിഞ്ഞിരിക്കണം. മൈറ്റോകോൺട്രിയ വെച്ചാണ് നമ്മുടെ സെൻട്രൽ റെസ്പിറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ 13th ആൻസർ ക്ലോറോപ്ലാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14th question. 9800 joules of energy was spent to raise a mass of 80 kilogram. The mass was raised to a height of. ചോദ്യം എന്ന് പറയുന്നത് 9800 ജൂൾ അല്ലെ എനർജി നമ്മൾ സ്പെൻഡ് ചെയ്തു. എന്തിനു വേണ്ടി? ഒരു 80 കിലോഗ്രാം വസ്തുവിനെ ഒരു ഇത്ര ഹൈറ്റ് വരെ കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഹൈറ്റ് എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം മനസ്സിലാക്കണം. നമുക്കറിയാം ഇവിടെ എനർജിയുടെ യൂണിറ്റ് ആണ് നമുക്ക് എന്ത്? എനർജിയാണ് ജൂൾ എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണ് തന്നിരിക്കുന്നത്? 9800 ജൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എനർജിയാണ്. നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് പല ടൈപ്പ് എനർജി ഉണ്ട് അല്ലെ. എന്തൊക്കെയാ? കൈനറ്റിക് എനർജി ഉണ്ട്, മെക്കാനിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഹൈറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു എനർജി ഏതാണ്? ആ എനർജി വിളിക്കുന്ന പേരെന്തുവാ? പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയാണ് ഈ തന്നിരിക്കുന്നത്. എത്രയാ? 9800 എന്ന് പറയുന്നത്. എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ? അറിയാവുന്നതാണ്. എന്താണ്? മാസ് ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്നാണ്. കണ്ടോ, ഹൈറ്റ് വന്നത് എച്ച്. നമ്മുടെ ചോദ്യം എന്ത് കാണാനാ? ഹൈറ്റ് കാണാനാണ്. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? പൊട്ടൻഷ്യൽ എനർജി ബൈ എം ഇൻറ്റു ജി എന്ന് വരും അല്ലെ. പൊട്ടൻഷ്യൽ എത്രയാണ് തന്നിരിക്കുന്നത്? 9800 ബൈ എം എത്രയാണ്? മാസ് 80 ആണ് അല്ലെ. 80 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 80 ഇൻറ്റു ജി എത്രയാണ്? ഇവിടെ ക്വസ്റ്റ്യന് ജി പറയാത്തത് കൊണ്ട്, അഥവാ ചില ക്വസ്റ്റ്യനിലൊക്കെ നമ്മുടെ ബ്രാക്കറ്റിൽ ടേക്ക് ജി ഈസ് ഈക്വൽ ടു 10 എന്നോ അല്ലെങ്കിൽ 9.8 എന്ന് പറയാം. അപ്പൊ ഇവിടെ 10 എന്ന് എടുക്കാം അല്ലെ. അപ്പൊ 00 ക്യാൻസൽ, 00 ക്യാൻസൽ. 98/8 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? വിച്ച് ഈസ് 12.5 എന്ന് കിട്ടും. ശരിയല്ലേ? 12.5 മീറ്റർ ഹൈറ്റ് ആയതുകൊണ്ട് മീറ്റർ. സോ ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ സി ഇസ് ദ
റൈറ്റ് ആൻസർ. നല്ലൊരു ചോദ്യമാണ്. എനർജിയിൽ നമ്മൾ കുടുങ്ങി പോവരുത്. എനർജിയും മാസും ഹൈറ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വിചാരിക്കരുത്. ഈ എനർജിയാണ് എന്ത് ഉദ്ദേശിച്ചത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്ക് കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്തുവാ? കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ എന്നാണ് അല്ലെ. വെലോസിറ്റി ടൈമിലാണ് അത് വരുന്നത്. ഹൈറ്റിന്റെ വെലോസിറ്റി കാണാൻ പറയുമ്പോൾ നമുക്ക് നേരെ കൈനറ്റിക് എനർജി ഇക്വേഷനിലേക്ക് പോവുക. ഇവിടെ ഹൈറ്റ് കാണാൻ പറഞ്ഞിരിക്കുന്നുണ്ട്, നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനിലേക്ക് പോയി എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണ്? ഓക്കെ, അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഈ സെഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 15th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 15th ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് കർവച്ചർ ആൻഡ് പോൾ ഓഫ് എ കോൺവെക്സ് മിറർ ഓഫ് 1 meter ഫോക്കൽ ലെങ്ത്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, ഫിസിക്സ് എന്നുള്ള ചോദ്യമാണ്. സെന്റർ ഓഫ് കർവച്ചറും പോൾ, ഒരു കോൺവെക്സ് മിററിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണാം, ഒരു കോൺവെക്സ് മിറർ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ മിറർ ഇങ്ങനെ വരച്ച് കാണിക്കുമെങ്കിലും അല്ലെ, മിറർ മൊത്തത്തിൽ ഒന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു സർക്കിൾ ആണ്. ഈ കാണുന്ന ഒരു സർക്കിൾ ആണ് നമുക്ക് ഒരു മിറർ എന്ന് പറയുന്നത്. മിറർ എന്ന് പറയുന്നത് സ്പെറിക്കൽ മിറർ ആണ് അല്ലെ. കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും അതിനെ വിളിക്കുന്നത് സ്പെറിക്കൽ മിറർ എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇതൊരു സ്പെറിക്കൽ മിറർ ആണ്. സ്പെറിക്കൽ മിററിന്റെ സെന്ററിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ദെൻ ഇങ്ങേ അറ്റത്തുള്ള പോയിന്റിനാണ് പോൾ പി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ സെൻട്രലായിട്ടാണ് ആരിയിരിക്കുന്നത്? ഈ പറയുന്ന ഫോക്കസ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ എഫ് തൊട്ട് ഈ പോൾ വരെ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തുവാ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. ശരിയാണ്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫോക്കൽ ലെങ്ത് എത്രയാണ്? 1 meter എന്നാണ്. അപ്പൊ നോക്കണം, ആ എഫ് തൊട്ട് പി വരെ 1 ആണ്. കൂടാതെ എത്രയാണ് എഫ് തൊട്ട് പി വരെ ഉള്ളത്? ആ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും എഫ് തൊട്ട് സി വരെ ഉള്ളത് എന്ന് പറയാം. ഇവിടെ പറയുവാണെങ്കിൽ സി പി എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയണത് അല്ലെ, അതല്ലേ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ. അതാണ് സി പി അല്ലെ. സി പി എന്ന് പറയുന്നത് ശരിക്കും എന്താ കൂട്ടുന്ന? സി എഫ് പ്ലസ് എഫ് പി ആണെന്ന് കാണാൻ പറ്റും. ഓക്കെ, എഫ് പി എത്രയെന്ന് ഞാൻ പറഞ്ഞു, അതോടുകൂടി 1 ആണ്. സി എഫ് എത്ര എന്നായിരിക്കും? 1 ആയിരിക്കും. കാരണം സെന്റർ ഓഫ് കർവേച്ചർ സി തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസിന്റെ പകുതിയാണ് എഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നമുക്ക് 1 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം 1 + 1 എന്ന് വരും. സോ ആൻസർ വരുന്നത് എന്തായിരിക്കും? 2 meter എന്ന് എഴുതാൻ പറ്റും. എത്രയായിരിക്കും? 2 meter. അപ്പൊ നമുക്ക് അറിയാം സെന്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ ഒരു ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? C = 2 meter എന്ന് പറയാൻ പറ്റും. കോൺവെക്സ് മിററിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്, അത് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ഭാഗം ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്, ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന മിറർ ഏത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന മിറർ, ആ മിററിന്റെ പേരെന്തുവാ? അറിഞ്ഞിരിക്കണം. വിച്ച് ഈസ് നോൺ ആസ് കോൺകേവ്. വെക്സ് അല്ല, കോൺകേവ് മിറർ ആണ് ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ വേറെ ചോദ്യം ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്, ഈ പെരിസ്കോപ്പ് അല്ലെ. പെരിസ്കോപ്പിന്റെ മിറർ ഏതാണ്? പെരിസ്കോപ്പിൽ യൂസ് ചെയ്യുന്ന മിറർ ചോദിച്ചു കണ്ടാണ് RRBക്ക്, പ്രീവിയസ് ഇയർ ആണ്. പെരിസ്കോപ്പിന്റെ മിറർ ഏതെന്ന് ചോദിച്ചാൽ കോൺവെക്സോ കോൺകേവോ ഒന്നും പറയരുത്. ആ മിറർ ഏതാണ്? പ്ലെയിൻ മിറർ ആണെന്ന് മനസ്സിലാക്കുക. എന്താണ് പ്ലെയിൻ മിറർ എന്ന് പറയാൻ പറ്റും? എന്താണ് പ്ലെയിൻ മിറർ ആണ് പെരിസ്കോപ്പിന്റെ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ ആംഗിൾ എത്ര ആയിരിക്കും? ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും എന്ന് മനസ്സിലാക്കി. എത്രയാണ്? 45 ഡിഗ്രി. സോ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി എന്നുള്ളത് 2 meter ആണ് വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചേറെ ക്വസ്റ്റ്യൻസ് RRB ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ജനറൽ സയൻസ് അല്ലെങ്കിൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്നും വളരെയധികം ചോദ്യങ്ങൾ ഇതിനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്തൊരു സെഷനായിട്ട് കാണാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ടൈം കണ്ടെത്തി പഠിക്കുക. സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയാൽ RRBക്ക് നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം വീണ്ടും കാണാം.